നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള ചർച്ചകളിൽ മുഴുവൻ ഈ CMDRF-ൽ വന്നിരിക്കുന്ന 770-നടുത്തുള്ള കോടികളെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. 20 കോടി രൂപ PIU-ലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായൊരു അക്കൗണ്ട് ആ വയനാട് ടൗൺഷിപ്പിന് വേണ്ടി ഉണ്ട്. അവിടെ മറ്റു പലരും സ്പോൺസർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ എന്തുകൊണ്ട് സ്പോൺസർഷിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിക്ക് പറയുന്നു. അപ്പോൾ PIU-ലേക്ക് വയനാട് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി എത്ര രൂപ വന്നിട്ടുണ്ട്, കളക്ഷൻ എത്ര രൂപ വന്നിട്ടുണ്ട് എന്നുള്ളത് ഇതുവരെ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല, പുറത്തുവിട്ടിട്ടില്ല. അപ്പൊ PIU-ൽ വന്ന കണക്കും സംശയാസ്പദമായി മാറുകയാണ്. DYFIക്ക് CSR ഫണ്ടായിട്ട് കൊടുത്ത പൈസ അത് DYFI ആണോ അല്ലെങ്കിൽ DYFIക്ക് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും CSR കൊടുത്തതാണോ? അതിനകത്ത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും കൂടിയുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ടെൻഡർ ഇല്ലാതെ ഇത് കൊടുത്തിരിക്കുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റി ഇത് ടെൻഡർ ഇല്ലാതെ കൊടുത്ത് നടത്തുമ്പോൾ അതെങ്ങനെയാണ് CSR ഫണ്ട് DYFIക്ക് തന്നെ വരുന്നതെന്നുള്ള ഒരു വലിയ ചോദ്യം കൂടിയാണ് വരുന്നത്. ഞാനത് ഉറപ്പിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ DYFI പോലൊരു രാഷ്ട്രീയ പാർട്ടി കോർപ്പറേറ്റ് ആയിട്ട് CSR ഫണ്ട് എങ്ങനെ കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തണം. മാത്രമല്ല CMDRF അടിമുടി ദുരൂഹതയാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ CMDRF-ലേക്ക് 20 കോടി രൂപ DYFI കൈമാറൂ എന്നുള്ളൊരു ചെക്കിന്റെ മോഡൽ മേടിച്ചതാണ്. എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണല്ലോ. പക്ഷെ പണം CMDRF-ലേക്ക് അല്ല പോയത്, PIU-ലേക്കാണ് പോയത് DYFI തന്നെ പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് പണം കൊടുത്തത് എപ്പോഴാണ്? 10 മാസത്തോളം അവരുടെ അക്കൗണ്ടിൽ ആ പൈസ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി ഒരു വാസ്തവമാണ്. ഇനി DYFIയുടെ അക്കൗണ്ട് കറന്റ് അക്കൗണ്ട് ആണോ സേവിങ്സ് അക്കൗണ്ട് ആണോ എന്നറിയില്ല. കറന്റ് അക്കൗണ്ട് ആണെങ്കിൽ പലിശ കിട്ടത്തില്ല, പക്ഷെ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ പലിശ കിട്ടും. ഇനിയല്ല, ഈ 10 മാസം ഇത്രയും കോടി രൂപ FD ഇട്ടിട്ടില്ലാണെങ്കിൽ FD-യുടെ പലിശ ഉണ്ടാവും. അപ്പോ 20 കോടി പിരിച്ച DYFI പലിശ ഇനത്തിൽ എത്ര രൂപ കിട്ടി എന്നുള്ളതും കൂടി DYFI വ്യക്തമാക്കണം. അപ്പൊ അതുകൊണ്ട് വയനാട് പുനരധിവാസത്തിന്റെ പണത്തിന്റെ വരവിനെ സംബന്ധിച്ച് CPM ഒട്ടേറെ മറുപടി പറയാൻ